സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിയിലൂടെ രക്ഷിതാക്കൾക്ക് ലഭിക്കാനുള്ളത് കോടികളാണ്. 2 ജോഡി യൂണിഫോമിന് സർക്കാർ നൽകേണ്ട 600 രൂപ കഴിഞ്ഞ 2 വർഷമായി നൽകിയിട്ടേയില്ല. പട്ടികജാതി പട്ടികവർഗ BPL വിഭാഗക്കാർക്കുൾപ്പെടെ അലവൻസ് ലഭ്യമായിട്ടില്ല എന്നാണ് പരാതി. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. ഉമ്മൻചാണ്ടി സർക്കാരാണ് സൗജന്യ യൂണിഫോം പദ്ധതി ആരംഭിക്കുന്നത്. പണം വകയിരുത്തിയിരുന്നത് സമഗ്ര ശിക്ഷ കേരള ഫണ്ടിൽ നിന്ന്. പിന്നീട് വന്ന LDF സർക്കാർ കൈത്തറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശീയമായി നെയ്തെടുത്ത സ്കൂൾ യൂണിഫോം തുണിത്തരങ്ങൾ വിതരണം ചെയ്തു. കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നെത്തിക്കുന്ന തുണിത്തരങ്ങൾ BRC വഴി കുട്ടികളിലേക്ക് എത്തി. 2 ജോഡി യൂണിഫോമിനുള്ള തുണികളാണ് സർക്കാർ നൽകിയിരുന്നത്. പിന്നീട് 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് തുന്നൽക്കൂലി ഉൾപ്പെടെ 600 രൂപ വീതം നൽകാൻ തീരുമാനിച്ചു. ഈ വകയിലാണ് കോടിക്കണക്കിന് രൂപ നൽകാൻ ബാക്കി നിൽക്കുന്നത്. ഈ വർഷത്തിലെ യൂണിഫോം പദ്ധതി ആകെ തളം തെറ്റിയിരിക്കുക. LP വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ട്രൗസറിന് തുണി കൊടുത്തപ്പോൾ അവിടെ ഷർട്ടിന് തുണിയില്ല, ഷർട്ടിൻ്റെ തുണി കൊടുത്ത സ്ഥലത്ത് ട്രൗസറിൻ്റെ തുണിയില്ല. അങ്ങനെ വിദ്യാലയങ്ങൾ അത് വിതരണം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ പദ്ധതി മുന്നോട്ട് പോയത്. കഴിഞ്ഞ വർഷം അത് APL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം അലവൻസ് നൽകിയപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട BPL വിഭാഗത്തിൽപ്പെട്ടതും SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും യൂണിഫോമിൻ്റെ അലവൻസ് ഇതുവരെയായി നൽകിയിട്ടില്ല. സർക്കാർ ഹൈസ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന APL വിഭാഗം ആൺകുട്ടികൾക്കും എയ്ഡഡ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സംസ്ഥാന സർക്കാരാണ് അലവൻസ് നൽകേണ്ടത്. BPL SC ST വിഭാഗങ്ങൾക്കും പെൺകുട്ടികൾക്കും യൂണിഫോം തുക നൽകേണ്ടത് സമഗ്ര ശിക്ഷ കേരള പദ്ധതി അനുസരിച്ചാണ്. 2 വർഷമായി ഈ ഫണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. 2023-24 വർഷത്തിൽ APL വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഫണ്ട് ലഭിച്ചത്. 2024-25 വർഷത്തെ SSK ഫണ്ട് പൂർണ്ണമായും മുടങ്ങി. ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാ കുട്ടികൾക്കും യൂണിഫോം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് UIDയുടെയും മറ്റ് കാര്യങ്ങളും പറയേണ്ടതെന്നാണ് KPSTക്ക് പറയാനുള്ളത്. ഒരു സ്ഥലത്തിൽ യൂണിഫോം തുണി കൊടുക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ഫണ്ട് കൊടുക്കുന്നു, ചില സ്ഥലത്ത് ഒന്നും കിട്ടുന്നില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് പകരം ഏകീകരിച്ചൊരു യൂണിഫോം പദ്ധതി നടപ്പിലാക്കാൻ ഈ സർക്കാർ പരാജയമാണ്. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് പണം നൽകുന്നത് വൈകാൻ കാരണമെന്നാണ് സർക്കാരിന്റെ പക്ഷം. ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള തുണിത്തരങ്ങളാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത്തരം യൂണിറ്റുകൾ പലതും അടച്ചുപൂട്ടി. ഇതോടെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന തുണിയാണ് വിതരണം ചെയ്യുന്നതെന്നാണ് ആക്ഷേപം. ന്യൂസ് മലയാളം, കാസർഗോഡ്.